ഹലോ എവരി വൺ, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോദ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഗായത്രിയാണ്. ഗായത്രി അവോദയിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പൊ സക്സസ്ഫുള്ളി ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണ്. നമുക്ക് ഗായത്രിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഹായ് ഗായത്രി, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോദ. ഹായ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇപ്പം ഇന്റേൺഷിപ്പിന് ജോയിൻ ആയി എന്ന് അറിഞ്ഞു. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആണ്. ആർട്സിഫൈവിലാണ് ഇപ്പൊ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. എവിടെയായിരുന്നു? TVM ആണ്, ആർട്സിഫൈ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആർട്സിഫൈ അല്ലേ? ഓക്കെ ഓക്കെ ഫൈൻ. അപ്പം ഓഫീസിൽ പോയിട്ടാണോ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പോ? അല്ല, വർക്ക് ഫ്രം ഹോം ആണ്. വർക്ക് ഫ്രം ഹോം ആണ്. അപ്പൊ ഗായത്രി എവിടെയാണ് ബേസിക്കലി നാട് വരുന്നത്? എവിടെയാണ്? പാലക്കാട്. പാലക്കാടാണല്ലേ. പാലക്കാടുള്ള ഗായത്രി ട്രിവാൻഡ്രത്തുള്ള ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ഫ്രം ഹോം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ അതെ. ഓക്കെ. ഗായത്രി എത്ര നാളായി ഇപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന അവിടെ? ഞാൻ കഴിഞ്ഞ മന്ത് 24-ാം തീയതി ആയിരുന്നു ഇന്റേൺഷിപ്പിന് ജോയിൻ ചെയ്തത്. ഇപ്പൊ ഒരു 2 വീക്സ് ഒക്കെ ആയിട്ടുണ്ടാവും. ലാസ്റ്റ് മന്ത് 24-നായിരുന്നു അല്ലേ? അപ്പൊ എങ്ങനെയായിരുന്നു ലൈക്ക് ഇന്റേൺഷിപ്പിന് ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നോ? ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നില്ല. അവർ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ. അപ്പൊ ഇങ്ങനെ ഇന്റേൺഷിപ്പിന് ഒരു വേക്കൻസി ഉണ്ട്, അപ്പൊ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഓക്കെ 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 ഫൈൻ. എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇതിനു മുൻപ്? അവോദയിൽ പഠിക്കുന്നതിന് മുൻപ് എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഞാൻ BA എക്കണോമിക്സ് ആയിരുന്നു. BA എക്കണോമിക്സ് ആയിരുന്നു. അപ്പം ശരിക്കും പറയുവാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗുമായിട്ട് അങ്ങനെ വലിയ ബന്ധമുള്ള ഒരു ഫീൽഡ് ഒന്നും ആയിരുന്നില്ല അല്ലെ പഠിച്ചത്? അതെ അതെ. അപ്പൊ എന്താണ് പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിലോട്ട് ഒരു താല്പര്യം തോന്നാനുണ്ടായ ഒരു റീസൺ എന്തായിരുന്നു? ആക്ച്വലി ഞാൻ അവോദയിൽ ആദ്യം എടുത്ത കോഴ്സ് PHP ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ആയിരുന്നു. ഓക്കെ ഓക്കെ. അത് എനിക്ക് അത് കോഡിങ് ബുദ്ധിമുട്ടായിരുന്നോ? ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയാണ് ഈ കോഴ്സ് സ്വിച്ച് ചെയ്യുന്ന കാര്യം എനിക്ക് അറിഞ്ഞത്. അപ്പോഴാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, അപ്പൊ അങ്ങനെ ജോയിൻ ചെയ്തതാ. അപ്പം എന്തൊക്കെയാണ് ഗായത്രി നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്? അതില് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ ഈ ഫേസ്ബുക്ക് മാർക്കറ്റിംഗ്, പിന്നെ അങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്സ് ആണ് വരുന്നത്. പിന്നെ SEO ചെയ്യാനൊക്കെ പഠിച്ചല്ലേ? ഓക്കെ. ഇപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്യുന്നിടത്തപ്പോ എന്താണ് ശരിക്കും ടാസ്ക് വരുന്നത്, അല്ലെങ്കിൽ ജോബ് റോൾ എന്താണ് വരുന്നത് അവിടെ? ഇപ്പൊ ഞങ്ങൾ ബാക്ക് ലിങ്ക്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. SEO തന്നെയാണല്ലേ മെയിൻ ആയിട്ട് ചെയ്യുന്നത്? ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് എന്നിട്ട് ഇപ്പം ക്ലയൻസ് ഒക്കെ ഉണ്ടോ? നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്തു പോകുന്നുണ്ടോ? ഓക്കെ. അപ്പൊ അവിടെ എങ്ങനെയുണ്ട് ഇന്റേൺഷിപ്പ് ചെയ്യുന്നിടത്ത്? ഇപ്പൊ ആർട്സിഫൈയിൽ അവിടുത്തെ ഓൾറെഡി സ്റ്റാഫ് ഉണ്ടാവുമല്ലോ, നിങ്ങളെ ഗൈഡ് ചെയ്യാനും അല്ലെങ്കിൽ മാനേജർ ഒക്കെ ഉണ്ടാവുമല്ലോ. അവരുടെ ഒരു ഗൈഡൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? വളരെ നല്ലതാണ്. നല്ല ഹെൽപ്ഫുൾ ആണ്. എന്ത് ഡൗട്ട് ചോദിച്ചാലും നമുക്ക് എപ്പോ വേണമെങ്കിലും വിളിച്ചാലും അവർ ക്ലിയർ ചെയ്തിരുന്നുണ്ട്. ശരി ശരി. ഇപ്പൊ വർക്ക് ഫ്രം ഹോം ചെയ്യുമ്പോ നമുക്ക് നോർമലി ഫസ്റ്റ് ജോബ് അല്ലേ ഗായത്രിയുടെ ഫസ്റ്റ് ജോബ് അല്ലേ ഇത്? അതെ അതെ. അപ്പം ഈ ഫസ്റ്റ് ജോബ് ആണ്, അപ്പൊ ആദ്യം തന്നെ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നു. അപ്പോ ഒരു ഇന്റേൺഷിപ്പ് ആണെങ്കിൽ കൂടി വർക്ക് ഫ്രം ഹോം ചെയ്യുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് നേരിട്ട് പോകുന്നതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോ നേരിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവര് നമ്മൾ ചെയ്യുന്ന പ്രാക്ടിക്കലായി ചെയ്യുന്ന കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു തരും. അപ്പൊ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് നമ്മൾ ചെയ്യാം, പക്ഷെ അവരോട് ചോദിച്ച് ചെയ്യുന്നതിനേക്കാളും ഒരു ചെറിയൊരു ബുദ്ധിമുട്ടല്ലേ തുടക്കത്തിൽ തന്നെ? ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്. ഓക്കെ ശരി. ഓക്കെ ഓക്കെ ഗായത്രി. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇവിടെ നമുക്ക് വളരെ ലോ ആയിട്ടുള്ള ഒരു അഡ്മിഷൻ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഫീസ് സ്ട്രക്ചറിലാണ് ഗായത്രി ജോയിൻ ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. 2800 രൂപ എന്നുള്ള ഒരു ഫീസ് സ്ട്രക്ചറിൽ നമ്മളിവിടെ കൊടുക്കുന്ന ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അത് വെർത്താണോ? എന്താണ് ഗായത്രിയുടെ അഭിപ്രായം? ഭയങ്കര വെർത്തിട്ടാണ് അത്. കാരണം ഈ 2800 രൂപയ്ക്കൊക്കെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കോഴ്സ് കഴിഞ്ഞിട്ട് അവോദ തന്നെയാണ് നമുക്ക് പ്ലേസ്മെന്റ് ചെയ്യുന്നത്. നല്ലതാണല്ലേ. അപ്പൊ നമുക്ക് ചില ആൾക്കാരെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ചോദിക്കാറുണ്ട്, ഇപ്പൊ ഈ 2800 രൂപയല്ലേ ഇത് വരുന്നുള്ളൂ, മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതിൽ വലിയ എമൗണ്ട് പറയുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ ക്വാളിറ്റി ഇല്ലേ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയങ്ങൾ പലരും ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചോദിച്ചത്. എന്താണെങ്കിലും വളരെ സന്തോഷം. ഇന്റേൺഷിപ്പ് ചെയ്യുന്നിടത്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുക. നല്ല രീതിയിൽ വർക്ക് ചെയ്ത് സെയിം കമ്പനിയിലോ അതല്ല മറ്റൊരു കമ്പനിയിലാണെങ്കിലും നല്ലൊരു പൊസിഷനിലോട്ട്, നല്ലൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടോ അല്ലെങ്കിൽ SEO അനലിസ്റ്റ് ആയിട്ടൊക്കെ
നല്ലൊരു പൊസിഷനിൽ വർക്ക് ചെയ്യാനായിട്ട് എല്ലാവിധ ആശംസകളും. കരിയർ ടോക്സിൽ വന്ന് ഇങ്ങനെ ഒരു അനുഭവം ഷെയർ ചെയ്തതിന് താങ്ക് യു സോ മച്ച്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അവോദ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജോബ് പ്ലേസ്മെന്റ് റേറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനം.